പാലക്കാട് വീണ്ടും യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വരുമോ എന്നതാണ് ആകാംക്ഷ. പാലക്കാട് നിയമസഭാ സീറ്റിൽ വീണ്ടും യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എത്തിയേക്കുമെന്ന് തന്നെയാണ് സൂചനകൾ. യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷിന്റെ പേര് സജീവ പരിഗണനയിലുണ്ട്. മണ്ഡലത്തിൽ യുവാക്കൾക്ക് അനുകൂല രാഷ്ട്രീയ സാഹചര്യം എന്നാണ് വിലയിരുത്തൽ. അതേസമയം DCC പ്രസിഡന്റ് A തങ്കപ്പൻ, KPCC അംഗം KA തുളസി, മുൻ MP രമ്യ ഹരിദാസിനെ പോലുള്ള മുതിർന്ന നേതാക്കളെ പരിഗണിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി ഇക്ബാൽ, രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ആര് എന്ന ചോദ്യമുണ്ട്. യുവമുഖം കളത്തിലെത്തുമോ അതോ മുതിർന്ന നേതാക്കളെ, ഒരുപക്ഷെ DCC പ്രസിഡന്റിനെ തന്നെ പരിഗണിക്കുമോ പാർട്ടി? വിനീത, പാലക്കാട് മണ്ഡലം എടുത്ത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളാണ് ഈ മത്സര രംഗത്തേക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥികളായി എത്തിയിരുന്നത്. ഷാഫി പറമ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഹുൽ മാങ്കൂട്ടത്തിലായിക്കോട്ടെ, ഇവരെല്ലാം യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിരുന്നു. ഇത്തവണയും പാലക്കാട് മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി വേണമെന്നുള്ളതാണ് ഇപ്പോൾ അവർ ആവശ്യമായി ഉയർന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ KS ജയഘോഷിന്റെ പേരാണ് ഇപ്പോൾ സജീവ പരിഗണനയിൽ ഉള്ളത്. KS ജയഘോഷ് നേരത്തെ KSUവിന്റെ എല്ലാം പാലക്കാട് ജില്ലാ അധ്യക്ഷനായിരുന്നു. KS ജയഘോഷിനെ തന്നെ ഇത്തവണ പാലക്കാട് ഈ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്നൊരു ആവശ്യം ശക്തമായി തന്നെ പാലക്കാട് കോൺഗ്രസിനകത്ത് ഉയർന്നു വരികയാണ്. മണ്ഡലത്തിൽ യുവാക്കൾക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് എന്നുള്ളതാണ് പൊതുവെ നേതാക്കളുടെ ഇടയിലുള്ള ഒരു വിലയിരുത്തൽ. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായിട്ടുള്ള ഈ പരാതികളും ആരോപണങ്ങളും ഒന്നും പാലക്കാട് മണ്ഡലത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവില്ല എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലിലേക്കും കോൺഗ്രസ് നേതാക്കൾ എത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യുവാക്കൾക്ക് തന്നെ ഈ പാലക്കാട് മണ്ഡലം മാറ്റിവെക്കുകയാണെങ്കിൽ KS ജയഘോഷ് എന്ന പേരിലേക്ക് കോൺഗ്രസ് എത്തും അവസാനം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. വലിയ രീതിയിലുള്ളൊരു സമ്മർദ്ദം തന്നെ KS ജയഘോഷിന്റെ പേര് പാലക്കാട് എത്തിക്കുന്നതിന് വേണ്ടി നടക്കുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളാണെങ്കിൽ ഇത്തവണ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ പാലക്കാട് മത്സരിക്കണമെന്ന രീതിയിലുള്ള ആവശ്യം ഉയർത്തുന്നുണ്ട്. DCC അധ്യക്ഷൻ A തങ്കപ്പൻ, അതുപോലെ തന്നെ KPCC മെമ്പറായിട്ടുള്ള KA തുളസി, മുൻ MP ആയിട്ടുള്ള രമ്യ ഹരിദാസ് എന്നിവരുടെ പേരുകളും സജീവമായി പരിഗണിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്ന ആവശ്യം. അപ്പോഴും യൂത്ത് കോൺഗ്രസിൽ നിന്നൊരു നേതാവ് പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവുമെന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. KS ജയഘോഷിന്റെ പേര് തന്നെയാണ് നേതാക്കൾക്കിടയിലും സജീവ സാധ്യതകൾ നടക്കുന്ന ചർച്ചകൾ അതൊക്കെ തന്നെയാണ്. സർപ്രൈസ് സ്ഥാനാർത്ഥി ഇറക്കും പാലക്കാട് എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. അതാരാവും എന്നുകൂടി നമുക്ക് കാത്തിരുന്ന് കാണണം. പാർട്ടി തലത്തിൽ നടക്കുന്ന ചർച്ചകൾ ഏതായാലും ഫെബ്രുവരി ആദ്യവാരത്തോടെ ഒരു കൃത്യം ചിത്രം തെളിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്നത് പാർട്ടിക്കകത്തെ ചർച്ചകൾ, അത് മാത്രമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇക്ബാൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ തന്നെ പരിഗണിക്കുന്നു, ഒപ്പം മുതിർന്ന നേതാക്കൾക്ക് കൂടി സാധ്യതയുണ്ട് എന്നതാണ്.